ഏഴാം സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി 2-ാം യൂണിറ്റ് നീളുമീ യാത്രതൻ വിസ്മയങ്ങൾ. 2-ാം യൂണിറ്റിൻ്റെ ആദ്യമായി കൊടുത്തിരിക്കുന്ന ചിത്രം പരിശോധിക്കാം. ഈ ചിത്രത്തിൽ ആകെ 3 പ്രകൃതി ദൃശ്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ചിത്രം കാട്ടരുവിയുടേതാണ്. രണ്ടാമത്തെ ചിത്രം വനത്തിൻ്റേതാണ്. മൂന്നാമത്തെ ചിത്രം നെൽപ്പാടത്തിൻ്റേതാണ്. 2-ാം യൂണിറ്റിലെ 1-ാമത്തെ പാഠം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ. N.A. നസീർ വന്യജീവി ഫോട്ടോഗ്രാഫറാണ്. 1962 ജൂൺ 10 എറണാകുളം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ കാടും ഫോട്ടോഗ്രാഫറും, കാടും ക്യാമറയും, കാട്ടിൽ ഒപ്പം നടന്നവരും കൊഴിഞ്ഞുപോയവരും, കാടിനെ ചെന്നു തൊടുമ്പോൾ, വ്രണം പൂത്ത ചന്തം തുടങ്ങിയവയാണ്. പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗം ആരെഴുതിയതാണ്? N.A. നസീറിൻ്റെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗം. ഈ പാഠഭാഗത്ത് ഏത് സ്ഥലത്തെക്കുറിച്ചാണ് ലേഖകൻ പരാമർശിക്കുന്നത്? ഷോളയാർ എന്ന സ്ഥലത്തെക്കുറിച്ചാണ് ലേഖകൻ പരാമർശിക്കുന്നത്. ഇലകളായ ഇലകളിലൊക്കെ എന്തായിരുന്നുവെന്നാണ് ലേഖകൻ പറയുന്നത്? വണ്ടുകൾ. ഹരിത സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഷോളയാർ പുഴയോരം. ഇലകളുടെ പച്ചനിറം മറച്ചുകൊണ്ട് വൃക്ഷങ്ങളിലും ചെടികളിലും നിറഞ്ഞത് എന്താണ്? ചിത്രശലഭങ്ങൾ. അന്നാദ്യമായി ഒരു അത്ഭുതനാദം കേട്ടു. എന്താണ് കേട്ടത്? പൂമ്പാറ്റകളുടെ ചിറകടി നാദം. ഈർപ്പമാർന്ന മണ്ണിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിലൂടെ പാറി നടന്നതെന്താണ്? ചിത്രശലഭങ്ങൾ. അന്നത്തിൻ്റെ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായവരാരാണ്? കൊച്ചു പക്ഷികളും പല്ലികളും. ഏതൊക്കെ ഇനം ചിത്രശലഭങ്ങളാണ് അവിടെ കൂടുതലായി ഉണ്ടായിരുന്നത്? ക്രോമോൺ ക്രോ, പ്ലെയിൻ ടൈഗർ. സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി. ഇവിടെ പരാമർശിക്കുന്നത് എന്താണ്? സൂര്യരശ്മികളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇലകൾ ഉണങ്ങിയ നിറമായി കാണുന്നത് എപ്പോഴാണ്? ചിത്രശലഭങ്ങൾ ചിറകുകൾ പൂട്ടി മരത്തിലിരിക്കുമ്പോഴാണ്. വർണ്ണവും സുഗന്ധവും ഉള്ളത് എന്തിനാണ്? ചിത്രശലഭങ്ങൾക്ക്. അടുത്ത പാഠം നക്ഷത്രം. അഗ്നിസാക്ഷി എന്ന നോവൽ ആരെഴുതിയതാണ്? ലളിതാംബിക അന്തർജനം. നക്ഷത്രം എന്ന കഥ ആരുടേതാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റേത്. നക്ഷത്രക്കമ്മലായി കുട്ടി കണ്ടത് എന്തിനെയാണ്? മിന്നാമിനുങ്ങിനെ. മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ കുട്ടി തെറ്റിദ്ധരിച്ചത് എന്താണ്? നക്ഷത്രമാണെന്ന്. കമ്മലിനേക്കാളും നക്ഷത്രത്തെക്കാളും കൂടുതൽ തിളങ്ങുന്നതായി കുട്ടിക്ക് അനുഭവപ്പെട്ടത് എന്ത്? അമ്മയുടെ കണ്ണുകൾ. ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? അഗ്നിസാക്ഷി എന്ന ഒരു നോവലിലൂടെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ആളാണ് ലളിതാംബിക അന്തർജനം. കൂടാതെ അംബികാഞ്ജലി, മൂടുപടത്തിൽ, കാലത്തിൻ്റെ ഏടുകൾ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കൊടുങ്കാറ്റിൽ നിന്ന്, കണ്ണീരിൻ്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, തിരഞ്ഞെടുത്ത കഥകൾ, സത്യത്തിൻ്റെ സ്വരം, വിശ്വരൂപം, കൂടാതെ ആത്മകഥയ്ക്കൊരാമുഖം എന്ന അനുഭവക്കുറിപ്പുകളുടെ സമാഹാരവും ലളിതാംബിക അന്തർജനം രചിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പാഠം എന്നുമീ യാത്ര. ONV കുറുപ്പാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രധാന കൃതികൾ അഗ്നിശലഭങ്ങൾ, അക്ഷരം, ഉപ്പ്, മാണിക്യവീണ, കറുത്ത പക്ഷിയുടെ പാട്ട്, സ്വയംവരം, ഭൂമിക്കൊരു ചരമഗീതം, ഭൈരവൻ്റെ തുടി, മൃഗയ, ഉജ്ജയിനി, മയിൽപീലി, അപരാഹ്നം, ഈ പുരാതന കിന്നരം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. 2016 ഫെബ്രുവരി 13 ONV കുറുപ്പ് അന്തരിച്ചത്.
എന്നും ഈ യാത്ര എന്ന കവിത ആരെഴുതിയതാണ്? ONV കുറുപ്പ്. ONV കുറുപ്പിൻ്റെ എന്നും ഈ യാത്ര എന്ന കവിത ഏത് കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? അഗ്നിശലഭങ്ങൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തതാണ് എന്നും ഈ യാത്ര എന്ന കവിത. സ്വപ്നഭൂമിയിലൂടെ കവി നടത്തുന്നത് എന്താണ്? യാത്രയാണ് കവി നടത്തുന്നത്. പതഞ്ഞു പൊന്തുന്ന മുന്തിരിനീര് എന്ന വരിയിൽ വ്യക്തമാകുന്ന ആശയമെന്താണ്? കവിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കവിത്വശക്തി. നിർവൃതിയുടെ പീയൂഷം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? കാവ്യാസ്വാദനത്തിൻ്റെ പാരമ്യതയിൽ ലഭിക്കുന്ന പരിപൂർണമായ ആനന്ദവും തൃപ്തിയും.